നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇംഗ്ലണ്ടിൽ ആശുപത്രി തിരക്ക് കുറയ്ക്കാൻ ഫാർമസി സേവനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ പുതിയ പദ്ധതിയുമായി UK സർക്കാർ. GP സർജറികളിലെയും ആശുപത്രികളിലെയും തിരക്ക് കുറയ്ക്കാനാകുമെന്നും രോഗികൾക്ക് സമീപ ഫാർമസികൾ തന്നെ പരിശോധനയും ചികിത്സയും ലഭ്യമാകുന്നതിനാൽ ആരോഗ്യ സേവനങ്ങൾ കൂടുതൽ വേഗത്തിൽ ലഭ്യമാകുമെന്നും ആരോഗ്യ മന്ത്രി സ്റ്റീഫൻ കിറ്റ്നോക്ക്. NHSലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റുകളിൽ 24 മണിക്കൂറിലേറെ കാത്തിരിക്കുന്ന രോഗികളുടെ എണ്ണം 5 ലക്ഷത്തിനും മുകളിൽ. പുതിയ പദ്ധതിക്കായി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് 340 മില്യൺ പൗണ്ട്. UK-യിൽ ടെക് അധിഷ്ഠിത ഗാർഹിക പീഡനം വർദ്ധിക്കുന്നതായി മുന്നറിയിപ്പ്. ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പങ്കാളിയെ നിരീക്ഷിക്കുക, പിന്തുടരുക, നിയന്ത്രിക്കുക, മാനസികമായി പീഡിപ്പിക്കുക തുടങ്ങിയ പ്രവണതകൾ ഗാർഹിക പീഡന കേസുകൾ കൂടുന്നതായി മുന്നറിയിപ്പ്. ആപ്പിൾ എയർ ടാഗുകൾ കുട്ടികളുടെ വസ്ത്രങ്ങളിലോ സാധനങ്ങളോ ഒളിപ്പിച്ച അഭയകേന്ദ്രങ്ങളിലെ സ്ത്രീകളെ കണ്ടെത്താൻ ശ്രമിക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചതായും നിലവിലെ നിയമത്തിൽ ഇത്തരം കേസുകൾ നിയമപരമായ സംരക്ഷണത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നുവെന്നും ജെൻഡർ ആൻഡ് ടെക് റിസർച്ച് ലാബ് ബ്രിട്ടീഷ് ഗാർഹിക പീഡന നിയമം പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല എന്ന് ഹൗസ് ഓഫ് ലോർഡ്സ് സമിതി. ലോകത്തിലെ പ്രധാന സമുദ്ര വ്യാപാര പാതയായ ഹോർമുസ് കടലിടുക്കിൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം പിൻവലിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ പ്രഖ്യാപനം എത്തിയത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന കരാർ സംബന്ധിച്ച ചർച്ചകൾക്കൊടുവിൽ. ഹോർമുസ് കടലിടുക്കിൽ ഉപരോധം കാരണം കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകൾക്ക് ഇനി സ്വന്തം നാടുകളിലേക്ക് മടങ്ങാനുള്ള നടപടികൾ ആരംഭിക്കാമെന്നും അമേരിക്കൻ പ്രസിഡന്റ്. കടലിടുക്കിൽ സ്ഥാപിച്ചിട്ടുള്ള മൈനുകൾ നീക്കം ചെയ്യുന്ന നടപടികൾ ഇറാൻ പൂർത്തിയാക്കണമെന്നും ഡൊണാൾഡ് ട്രംപ്. കരാറിന്റെ അന്തിമ പ്രഖ്യാപനം ഞായറാഴ്ച. ഗ്രീൻ കാർഡിന് അപേക്ഷിക്കുന്ന കുടിയേറ്റക്കാർക്ക് അപേക്ഷ പരിഗണിക്കുന്ന കാലയളവിൽ സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങേണ്ടി വരുമെന്ന പ്രഖ്യാപനത്തിൽ വിശദീകരണവുമായി അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി. ഭൂരിഭാഗം അപേക്ഷക്കാരെയും ഇത് ബാധിക്കില്ലെന്നും നിലവിലെ നയത്തിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ലെന്നും വകുപ്പ്. വിസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തുടരുന്നവരോ പൊതുസഹായ പദ്ധതികൾ വ്യാപകമായി ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ളവരോ ഇത്തരം നടപടികളുടെ പരിധിയിൽ വരാൻ സാധ്യത. കുടിയേറ്റ നയത്തിലെ അടിസ്ഥാനപരമായ മാറ്റമില്ല എന്നും നിലവിലുള്ള നടപടിക്രമങ്ങൾ വ്യക്തമാകുന്നതിനുള്ള ഭരണപരമായ ഒരു നീക്കമായിരുന്നുവെന്നും വൈറ്റ് ഹൌസ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഇടക്കാല വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ 99% പൂർത്തിയായതായും ബാക്കി ഉടൻ പരിഹരിക്കപ്പെടുമെന്നും US അംബാസിഡർ സെർജിയോ ഗോർ. നിലവിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത് വിപണി ലഭ്യത, കസ്റ്റംസ് നടപടിക്രമങ്ങൾ, താരിഫ് ഇതര തടസ്സങ്ങൾ, വ്യാപാര സൗകര്യം, സാമ്പത്തിക സുരക്ഷാ സഹകരണം തുടങ്ങിയ നിർണായക വിഷയങ്ങൾ. ചരക്ക് സേവന മേഖലകളിലെ $20 ബില്യൺ നിന്നും $220 ബില്യൺ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം വളർന്നതെന്നും ഗോർ. കരാറിൽ ഇരു രാജ്യങ്ങളും ഉടൻ ഒപ്പുവെക്കും. ഏഷ്യൻ ഗെയിംസ് ഗുസ്തി സെലക്ഷൻ ട്രയൽസിൽ നിന്നും ഒളിമ്പ്യൻ വിനേഷ് ഫോഗട്ടിനെ തടയാൻ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നടത്തിയ അവസാന ശ്രമവും ഒടുവിൽ പരാജയപ്പെട്ടു. ഡൽഹി ഹൈക്കോടതിയും സുപ്രീം കോടതിയും വിനേഷ് ട്രയൽസിനെ പങ്കെടുക്കാൻ അനുമതി നൽകി. 50 കിലോഗ്രാം വിഭാഗത്തിൽ മാത്രമേ തന്നെ അനുവദിക്കൂ എന്ന അധികൃതരുടെ തീരുമാനത്തിനെതിരെ ഫെഡറേഷൻ തന്നോട് കടുത്ത വിവേചനം കാണിക്കുകയാണ് എന്ന് വിനേഷ്. നാടകീയമായ തർക്കങ്ങൾക്കൊടുവിൽ വിനേഷിന് 53 കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിക്കാൻ ഫെഡറേഷന്റെ അനുമതി. പെരിയ ഇരട്ട കൊലപാതക കേസിലെ 4 പ്രതികളുടെ പരോൾ താൽക്കാലികമായി തടഞ്ഞു. 6 പ്രതികൾ പുറത്ത് ഇറങ്ങിയതിന് പിന്നാലെയാണ് 4 പ്രതികൾക്ക് കൂടി പരോൾ അനുവദിച്ചത്. ആഭ്യന്തര വകുപ്പിന് അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ കൂട്ടപ്പരോൾ ലഭിച്ച 4 പ്രതികളെയും പുറത്തിറക്കില്ല. ചട്ടങ്ങൾ ലംഘിച്ച എല്ലാ പ്രതികൾക്കും ഒരുമിച്ച് പരോൾ നൽകിയത് വൻ വിവാദത്തിൽ. LDF സർക്കാർ അധികാരം ഒഴിയുന്നതിന് തൊട്ടു മുമ്പാണ് എല്ലാ പ്രതികൾക്കും വിവാദ പരോളിനുള്ള നടപടികൾ പൂർത്തിയാക്കിയത്. പ്രതികൾ കൂട്ടത്തോടെ പരോൾ അനുവദിച്ചത് അടിയന്തരമായും പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ആഭ്യന്തര മന്ത്രിയുടെ കർശന നിർദ്ദേശം. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി വീണ വിജയന്റെ ബാങ്ക് ലോക്കർ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. HDFC ബാങ്കിലെ ലോക്കറിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ ED ഉദ്യോഗസ്ഥർ. ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം പണം ഇടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകളും വിവരങ്ങളും കണ്ടെത്തുക. വീണയുടെ വീട്ടിൽ അന്വേഷണ സംഘത്തിന്റെ പരിശോധനയിൽ നിന്നും അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളോടൊപ്പം ബാങ്ക് ലോക്കർ സംവിധാനമുണ്ട് എന്ന് കണ്ടെത്തി. ED അന്വേഷണത്തിൽ നിന്നും തടയണമെന്ന് ആവശ്യപ്പെട്ട് KMR നൽകിയ ഹർജി തിങ്കളാഴ്ചയാണ് കോടതി പരിഗണിക്കുക. വാർത്തകൾ വിശദമായി. ഇംഗ്ലണ്ടിൽ ആശുപത്രി തിരക്ക് കുറയ്ക്കാൻ ഫാർമസി സേവനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നീക്കവുമായി UK സർക്കാർ. ഈ വർഷം ശരത്കാലം മുതൽ കൂടുതൽ ഫാർമസിസ്റ്റുകൾക്ക് മരുന്ന് നിർദ്ദേശിക്കാനുള്ള അധികാരം നൽകും. നിലവിൽ തൊണ്ടവേദന, ചെവിവേദന, സൈനറ്റൈറ്റിസ്, ഷില്ലിംഗ്, മൂത്രാശയ അണുബാധ തുടങ്ങിയ 7 അസുഖങ്ങൾക്കാണ് ഫാർമസി ഫസ്റ്റ് പദ്ധതിയിലൂടെ മരുന്ന് നൽകുന്ന സംവിധാനം നിലവിലുള്ളത്. ഇനി 5 സാധാരണ രോഗങ്ങൾ കൂടി പട്ടികയിൽ ഉൾപ്പെടുത്താനാണ് തീരുമാനം. പുതിയ പദ്ധതിക്കായി സർക്കാർ 340 ബില്യൺ പൗണ്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിലൂടെ GP സർജറികളിലെയും ആശുപത്രികളിലെയും തിരക്ക് കുറയ്ക്കാനാകും എന്നാണ് പ്രതീക്ഷ. രോഗികൾക്ക് സമീപ ഫാർമസികളിൽ തന്നെ പരിശോധനയും ചികിത്സയും ലഭ്യമാകുന്നതിനാൽ ആരോഗ്യ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും ലഭ്യമാകുമെന്നും ആരോഗ്യമന്ത്രി സ്റ്റീഫൻ കിറ്റ്നോക്ക് വ്യക്തമാക്കി. അതേസമയം പുതിയ ധനസഹായം സ്വാഗതം ചെയ്ത ദേശീയ ഫാർമസി അസോസിയേഷൻ ഉയർന്ന ബിസിനസ് നിരക്കുകൾക്കും തൊഴിലുടമ ചിലവുകളും മരുന്ന് വില വർധനവും പരിഹരിക്കാൻ ഇത് മതിയാകില്ലെന്ന് ചൂണ്ടിക്കാട്ടി. 2024 ആരംഭിച്ച ഫാർമസി ഫസ്റ്റ് പദ്ധതിയുടെ ഭാഗമായി
2025 മാർച്ച് മുതൽ 2026 ഫെബ്രുവരി 33 ലക്ഷത്തിലധികം കൺസൾട്ടേഷനുകൾ നടന്നതായും ആരോഗ്യവകുപ്പ് അറിയിച്ചു. NHS വെയിറ്റിംഗ് ലിസ്റ്റിൽ മില്യൺ കണക്കിന് രോഗികൾ ആണുള്ളത്. ഇംഗ്ലണ്ടിലെ A&E ഡിപ്പാർട്ട്മെന്റുകളിലെ ദുരവസ്ഥ അത്രമേൽ ഭയാനകമാണെന്നും അത്യാഹിത വിഭാഗത്തിൽ 3 ദിവസം വരെ ചികിത്സയ്ക്കായി കാത്തിരിക്കേണ്ടി വരുന്നു എന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ്. ഇംഗ്ലണ്ടിൽ കഴിഞ്ഞ വർഷം 13,000-ലേറെ രോഗികളാണ് ചുരുങ്ങിയത് 3 ദിവസമെങ്കിലും A&E ചികിത്സയ്ക്കായി കാത്തിരുന്നതെന്ന് പുതിയ കണക്കുകൾ വെളിപ്പെടുത്തുന്നു. NHSലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റുകളിൽ 24 മണിക്കൂറിലേറെ കാത്തിരുന്നത് 5 ലക്ഷത്തിലധികം രോഗികളാണെന്നും വ്യക്തമാക്കുന്നു. മൊബൈൽ ഫോൺ ട്രാക്കിംഗ്, രഹസ്യ സ്പൈവെയർ, സ്മാർട്ട് ഉപകരണങ്ങളുടെ ദുരുപയോഗം എന്നിവ ഉൾപ്പെടുന്ന ടെക്നോളജി അധിഷ്ഠിത ഗാർഹിക പീഡന ഭീഷണി നിലവിലെ ബ്രിട്ടീഷ് ഗാർഹിക പീഡന നിയമം പൂർണ്ണമായും അംഗീകരിക്കുന്നില്ലെന്ന് ഹൗസ് ഓഫ് ലോർഡ്സ് സമിതി വിദഗ്ധർ അറിയിച്ചു. ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പങ്കാളിയെ നിരീക്ഷിക്കുക, പിന്തുടരുക, നിയന്ത്രിക്കുക, മാനസികമായി പീഡിപ്പിക്കുക തുടങ്ങിയ പ്രവണതകൾ ഗാർഹിക പീഡന കേസുകളിൽ ഇപ്പോൾ വളരെ സാധാരണമാണ് എന്ന് യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടനിലെ ജെൻഡർ ആൻഡ് ടെക് റിസർച്ച് ലാബ് വ്യക്തമാക്കി. ആപ്പിൾ എയർ ടാഗുകൾ കുട്ടികളുടെ വസ്ത്രങ്ങളിലോ സാധനങ്ങളിലോ ഒളിപ്പിച്ച് അഭയ കേന്ദ്രങ്ങളിലെ സ്ത്രീകളെ കണ്ടെത്താൻ ശ്രമിക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചതായും വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. സ്മാർട്ട് ഫ്രിഡ്ജുകൾ ഉപയോഗിച്ച് ഭക്ഷണം നിരസിക്കുക, സ്മാർട്ട് സ്പീക്കറുകൾ വഴി വീട്ടിൽ ഭീതിജനകമായ ശബ്ദങ്ങൾ പ്ലേ ചെയ്യൽ തുടങ്ങിയ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിലവിലെ നിയമത്തിൽ ടെക് അധിഷ്ഠിത പീഡനം പ്രത്യേകമായി പരാമർശിക്കാത്തതിനാൽ ഇത്തരം കേസുകൾ പലപ്പോഴും നിയമപരമായ സംരക്ഷണത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നുവെന്നും അവർ ചൂണ്ടിക്കാട്ടി. യുവാക്കളിൽ ഇത്തരം പെരുമാറ്റങ്ങൾ സാധാരണ ബന്ധത്തിന്റെ ഭാഗം എന്ന നിലയിൽ സ്വീകാര്യമാകുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുവെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. പങ്കാളിയുടെ ഫോൺ പാസ്വേഡുകൾ കൈവശം വെക്കുക, ലൊക്കേഷൻ നിരന്തരം ട്രാക്ക് ചെയ്യുക തുടങ്ങിയവ ഇപ്പോൾ പലർക്കും സ്വാഭാവികമായി തോന്നുന്ന സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നതെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. എന്നാൽ അതിരുവിട്ട നിരീക്ഷണവും നിയന്ത്രണവും പീഡന ബന്ധങ്ങളിൽ ഗുരുതര അപകടകരമായി മാറുന്നുവെന്നും അവർ വ്യക്തമാക്കി. ബ്രിട്ടനിൽ പ്രവർത്തിക്കുന്ന ഒരു ഇറാനിയൻ മാധ്യമ പ്രവർത്തകനെ നിരീക്ഷിച്ചെന്നാരോപിച്ച് ഗ്രീക്ക് പൗരനെ അറസ്റ്റ് ചെയ്തു. ജോർജിയയിൽ ജനിച്ച ജർമ്മനിയിൽ താമസിക്കുന്ന യൂനിയസ് ഐഡന്യനെ എന്നയാളെയാണ് ലണ്ടനിലെ കോടതി ഹാജരാക്കിയത്. ഇറാന്റെ താൽപര്യങ്ങൾക്കായി വിദേശ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകി എന്ന കുറ്റമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പേർഷ്യൻ ഭാഷാ വാർത്താ ചാനലായ ഇറാൻ ഇന്റർനാഷണൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകനെ ലക്ഷ്യമിട്ട് ഏപ്രിൽ-മെയ് മാസങ്ങളിൽ 2 തവണ ഇയാൾ ബ്രിട്ടനിലെത്തിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. രണ്ടാം സന്ദർശനത്തിനിടെ രഹസ്യ ക്യാമറ ഒരു മരത്തിൽ സ്ഥാപിച്ച് നിരീക്ഷണം നടത്തി എന്നാണ് ആരോപണം. മാധ്യമ പ്രവർത്തകന്റെ താമസ സ്ഥലവും വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറുകളും ഇയാൾ ചിത്രീകരിച്ചതായും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ഇയാളുടെ മൊബൈൽ ഫോണിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ പ്രകാരം വിദേശത്തുള്ള വ്യക്തികളിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിച്ചതായും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഇറാനിയൻ സർക്കാരിന്റെ വിമർശകരായി അറിയപ്പെടുന്ന ഇറാൻ ഇന്റർനാഷണൽ ജീവനക്കാർ നേരത്തെയും ഭീഷണികൾ നേരിട്ടിട്ടുണ്ട് എന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി. കുറ്റം നിഷേധിക്കുകയോ സമ്മതിക്കുകയോ ചെയ്യാത്ത ഐഡിനിഡിസിനെ ജൂൺ 19 വരെ റിമാൻഡ് ചെയ്തിരിക്കുകയായിരുന്നു. യൂറോപ്യൻ യൂണിയന്റെ പുതിയ എൻട്രി എക്സിറ്റ് സിസ്റ്റം പലയിടങ്ങളിലും ആശയക്കുഴപ്പവും കാലതാമസവും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് എങ്കിലും ചിലയിടങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. യൂറോപ്യൻ ട്രാവൽ ബ്യൂറോക്രസിയുടെ അടുത്ത ലക്ഷ്യം പുതിയ യൂറോ വിസയാണെന്നും യൂറോപ്യൻ കാര്യങ്ങളിൽ വിദഗ്ധനായ ഡോക്ടർ നിക് ബ്രൗൺ വ്യക്തമാക്കി. ഈ വർഷം അവസാനത്തോടെ അതിന്റെ നടപടികൾ ആരംഭിക്കുമെന്നും അദ്ദേഹം പറയുന്നു. വരും നാളുകളിൽ EESന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയുമെന്നു തന്നെയാണ് അധികൃതർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് യാത്രാ നിയന്ത്രണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ തുനിയുകയാണ് യൂറോപ്യൻ ട്രാവൽ ഇൻഫർമേഷൻ ആൻഡ് ഓതറൈസേഷൻ സിസ്റ്റം അഥവാ ETIAS. ഈ ഘട്ടത്തിലാണ് യൂറോ വിസ പദ്ധതി ഉൾപ്പെടുന്നത്. $20 അതായത് 17 പൗണ്ട് വില വരുന്ന ഒരു ഓൺലൈൻ പെർമിറ്റ് ആണിത്. 3 വർഷത്തേക്കായിരിക്കും ഇതിന്റെ സാധുത. റീറ്റെയിൽ ടെക്നോളജി രംഗത്തെ ഭീമന്മാരായ ഒക്കോഡോയും ചേർന്ന് പ്രവർത്തിക്കുമെന്ന് അസ്ദ വ്യക്തമാക്കി. UK-യിലെ പ്രമുഖ സൂപ്പർ മാർക്കറ്റിലെ ശൃംഖലയായ അസ്ദ തങ്ങളുടെ ഓൺലൈൻ ഹോം ഡെലിവറി സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി ഒക്കാഡോ ഗ്രൂപ്പുമായി പുതിയ സാങ്കേതിക പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ചു. ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട ഓൺലൈൻ സർവീസ് ലഭ്യമാക്കുക എന്നതാണ് ഉദ്ദേശം. ഇതിന്റെ ഭാഗമായി ഒക്കാഡോയുടെ സ്മാർട്ട് പ്ലാറ്റ്ഫോം സാങ്കേതിക വിദ്യ അസ്ഡയുടെ വെബ്സൈറ്റിലും ആപ്പിലും ഇൻസ്റ്റോർ പിക്കിങ്ങിലും ഒപ്പം ഹോം ഡെലിവറി ഓപ്പറേഷനുകളിലും ഉപയോഗിക്കാം. UK-യിലെ 3ാമത്തെ വലിയ സൂപ്പർ മാർക്കറ്റിന്റെ വെബ്സൈറ്റും ആപ്പും 2027 അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഇതിനോടൊപ്പമായിരിക്കും പുതിയ ഓൺലൈൻ ഷോപ്പിംഗ് അനുഭവം നൽകുന്ന ഒക്കാഡോയുമായി ചേർന്നുള്ള പദ്ധതിയും നടപ്പിലാക്കുക.
അസ്ഡയുടെ നവീകരണത്തിനും വിപുലീകരണത്തിനുമായി എക്സിക്യൂട്ടീവ് ചെയർമാൻ അലൻ ലീഡൻ നടപ്പിലാക്കുന്ന വിപുലമായ പദ്ധതികളുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത്. ഒക്കാഡോയുടെ വലിയ റോബോട്ടിക് വെയർഹൌസുകളും അസ്ഡ ഉപയോഗിക്കില്ല. പകരം അവരുടെ സോഫ്റ്റ്വെയർ അധിഷ്ഠിത സാങ്കേതിക വിദ്യ മാത്രമാകും ഉപയോഗിക്കുക. യുകെയിൽ നിലവിൽ മാർക്സ് ആൻഡ് സ്പെൻസർ, മോറിസൺസ് എന്നീ വൻകിട ബ്രാൻഡുകൾക്ക് ഒക്കാഡോ തങ്ങളുടെ സാങ്കേതിക പിന്തുണ നൽകുന്നുണ്ട്. ഈ കരാറോടെ യുകെയിൽ ഏറ്റവും വലിയ 3 പലചരക്ക് വ്യാപാരികളുടെ ഡെലിവറി പങ്കാളിയായി ഒക്കാഡോ മാറും. അടുത്തിടെ വിപണി വിഹിതത്തിലുണ്ടായ ഇടിവ് പരിഹരിക്കുവാനും അൽഡി, ലിഡിൽ തുടങ്ങിയ എതിരാളികളുടെ കൂടുതൽ ശക്തമായി മത്സരിക്കുവാനും ഈ നീക്കം അസ്ഡയെ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. ആനന്ദ് TV 5ാം ഫിലിം അവാർഡ് 2026 ജൂൺ 13 വർണ്ണാഭമായ തുടക്കം. മലയാള സിനിമ, ടെലിവിഷൻ, ബിസിനസ് എന്നീ മേഖലകളിലെ മികവിനെ യൂറോപ്യൻ മലയാളികൾ ചേർന്ന് നൽകുന്ന പുരസ്കാരമാണ് ആനന്ദ് TV അവാർഡ്. യുകെയിലെ മാഞ്ചസ്റ്റർ O2 അപ്പോളോ വേദിയിലാണ് ഈ അവാർഡ് നിശ അരങ്ങേറുന്നത്. ഗാലപ്പോൾ വഴിയാണ് അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുക്കുക. മലയാള സിനിമ, ടെലിവിഷൻ, ബിസിനസ് എന്നീ മേഖലകളിലെ മികവിനെ യൂറോപ്യൻ മലയാളികൾ ചേർന്ന് നൽകുന്ന ആനന്ദ് TV 5ാം ഫിലിം അവാർഡ് 2026 ജൂൺ 13 യുകെയിലെ മാഞ്ചസ്റ്റർ O2 അപ്പോളോ വേദിയിൽ നടക്കും. മലയാള സിനിമാ ലോകത്തെ അഭിനയ പ്രതിഭകൾ ചടങ്ങിന്റെ മുഖ്യ ആകർഷണമാകും. മലയാള സിനിമയുടെ അഭിനയ കുലപതി മമ്മൂട്ടി ഉൾപ്പെടെ സുരാജ് വെഞ്ഞാറമൂട്, രമേശ് പിഷാരടി, ഭാവന, ഉണ്ണി മുകുന്ദൻ, മനോജ് K ജയൻ, അനന്യ, അനശ്വര രാജ്, മിഥുൻ രമേശ്, നിഖില വിമൽ, ഗായകരായ MG ശ്രീകുമാർ, സിത്താര കൃഷ്ണകുമാർ എന്നിവർ അവാർഡിൽ അണിനിരക്കും. പരിപാടിക്ക് മാറ്റുകൂട്ടാൻ സിനിമാ താരങ്ങളുടെ നൃത്ത സംഗീത വിരുന്നും സ്കിറ്റും ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ടിക്കറ്റിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിലും നമ്പറിലും ബന്ധപ്പെടുക. ലോകത്തിലെ പ്രധാന സമുദ്ര വ്യാപാര പാതയായ ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന നാവിക ഉപരോധം പിൻവലിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് പ്രഖ്യാപനം നടത്തിയത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന കരാർ സംബന്ധിച്ച ചർച്ചകൾക്കൊടുവിലാണ് ട്രംപിന്റെ പ്രഖ്യാപനം എത്തിയത്. ഹോർമൂസ് കടലിടുക്കിൽ ഉപരോധം കാരണം കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകൾക്ക് ഇനി സ്വന്തം നാടുകളിലേക്ക് മടങ്ങാനുള്ള നടപടികൾ ആരംഭിക്കാമെന്ന് ട്രംപ്. ഉപരോധം പിൻവലിക്കുന്നതിനായി ഇറാന് ട്രംപ് കർശന നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇറാൻ ഒരിക്കലും ആണവായുധമോ ബോംബോ കൈവശം വെക്കില്ലെന്ന് ഉറപ്പു നൽകണം എന്നതാണ് പ്രധാന നിബന്ധന. ഹോർമൂസ് കടലിടുക്ക് യാതൊരുവിധ നികുതിയും ഇല്ലാതെ അന്താരാഷ്ട്ര ചരക്കു നീക്കത്തിനായി ഉടനടി തുറന്നു കൊടുക്കുമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കടലിടുക്കിൽ സ്ഥാപിച്ചിട്ടുള്ള മൈനുകൾ നീക്കം ചെയ്യുന്ന നടപടികൾ ഇറാൻ പൂർത്തിയാക്കണമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാനിലെ ആണവ അവശിഷ്ടങ്ങൾ അമേരിക്കയുടെയും ചൈനയുടെയും സാങ്കേതിക സഹായത്തോടെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ മേൽനോട്ടത്തിൽ പുറത്തുനിന്നെടുത്ത് നശിപ്പിക്കുമെന്നും ട്രംപ് അറിയിച്ചു. ഇതിനായി യാതൊരുവിധ സാമ്പത്തിക ഇടപാടുകളും നടത്തില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിഷയത്തിൽ അന്തിമ തീരുമാനം എടുക്കുന്നതിനായി സിറ്റുവേഷൻ റൂമിൽ ഉപദേശകരുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു ട്രംപ്. കരാറിന്റെ അന്തിമ പ്രഖ്യാപനം ഞായറാഴ്ച ഉണ്ടായേക്കുമെന്നാണ് സൂചന. പുതിയ കരാർ പ്രകാരം 60 ദിവസത്തെ വെടിനിർത്തലാണ് ഇരു രാജ്യങ്ങളും വിഭാവനം ചെയ്യുന്നത്. അമേരിക്കയിൽ സ്ഥിരതാമസത്തിനുള്ള ഗ്രീൻ കാർഡ് അപേക്ഷിക്കുന്ന കുടിയേറ്റക്കാർക്ക് അപേക്ഷ പരിഗണിക്കുന്ന കാലയളവിൽ സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങേണ്ടി വരുമെന്ന് കഴിഞ്ഞ ആഴ്ചത്തെ പ്രഖ്യാപനത്തിൽ വിശദീകരണവുമായി അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി രംഗത്ത്. ഭൂരിഭാഗം അപേക്ഷകരെയും ഇത് ബാധിക്കില്ലെന്നും നിലവിലെ നയത്തിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ലെന്നും വകുപ്പ് വ്യക്തമാക്കി. കഴിഞ്ഞ ആഴ്ച US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ഗ്രീൻ കാർഡിനായി അപേക്ഷിക്കുന്നവർക്ക് അപേക്ഷ തീർപ്പാക്കുന്നതുവരെ സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങേണ്ടി വരും. അസാധാരണമായ സാഹചര്യങ്ങൾ മാത്രമേ ഒഴിവാക്കലുകൾ അനുവദിക്കുകയുള്ളൂ എന്നും സൂചിപ്പിക്കുന്നു. ഈ പ്രഖ്യാപനം വ്യാപക ആശങ്കകൾക്കും ആശയക്കുഴപ്പത്തിനും ഇടയാക്കിയിരുന്നു. എന്നാൽ വെള്ളിയാഴ്ച പുറത്തിറക്കിയ പുതിയ വിശദീകരണത്തിൽ ഇത് എല്ലാവർക്കും ബാധകമായ പൊതുനയമല്ല എന്നും ഓരോ കേസും പ്രത്യേകം വിലയിരുത്തി തീരുമാനമെടുക്കാനുള്ള അധികാരം കുടിയേറ്റ ഉദ്യോഗസ്ഥർക്കുണ്ട് എന്ന് DHS അറിയിച്ചു. ഇത്തരം ഒരു വിവേചനാധികാരം ഉദ്യോഗസ്ഥർക്ക് നേരത്തെ ഉണ്ടായിരുന്നുവെന്നും വകുപ്പ് ചൂണ്ടിക്കാട്ടി. വിസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തുടരുന്നവരോ പൊതുസഹായ പദ്ധതികൾക്ക് വ്യാപകമായി ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ളവരോ ഇത്തരം നടപടികളുടെ പരിധിയിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ഈ വിശദീകരണം കഴിഞ്ഞയാഴ്ച പ്രഖ്യാപനത്തിൽ നിന്നും ഗണ്യമായ വ്യത്യാസം കാണിക്കുന്നതാണ് എങ്കിലും ആരോഗ്യമാണ് ബാധിക്കുക, ഏതു സാഹചര്യത്തിലാണ് രാജ്യം വിടാൻ നിർദ്ദേശിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തതയില്ലാത്തതിനാൽ ആശങ്കകൾ പൂർണ്ണമായി മാറാനിടയില്ല എന്നാണ് വിലയിരുത്തൽ. പ്രഖ്യാപനം പുറത്തു വന്നപ്പോൾ ആഭ്യന്തര സുരക്ഷാ വകുപ്പിനുള്ളിൽ ചില ഉദ്യോഗസ്ഥർക്ക് പോലും പുതിയ നിർദ്ദേശത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് ആശയക്കുഴപ്പമുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഇതിനിടെ വൈറ്റ് ഹൌസിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നതനുസരിച്ച് ഇത് കുടിയേറ്റ നയത്തിലെ അടിസ്ഥാനപരമായ മാറ്റമല്ല എന്നും നിലവിലുള്ള നടപടിക്രമങ്ങൾ വ്യക്തമാകുന്നതിനുള്ള ഭരണപരമായ ഒരു നീക്കമായിരുന്നുവെന്നും നയപരമായ പുതിയ തന്ത്രമാറ്റമല്ല ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഇടക്കാല വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ 99% പൂർത്തിയായതായും ബാക്കി ഉടൻ പരിഹരിക്കപ്പെടുമെന്നും US അംബാസിഡർ സെർജിയോ ഗോർ അറിയിച്ചു. ഡൽഹി IITയിൽ സംഘടിപ്പിച്ച US ഇന്ത്യ ട്രസ്റ്റ് ഇനിഷ്യേറ്റീവ് എന്ന പരിപാടിയിൽ സംസാരിക്കുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധത്തിന്റെ പുതിയ ദിശയെക്കുറിച്ച് അദ്ദേഹം വെളിപ്പെടുത്തിയത്. വരും ആഴ്ചകൾ തന്നെ ഈ സുപ്രധാന കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുമെന്ന് ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. കരാറിന്റെ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി അമേരിക്കൻ ചീഫ് ട്രേഡ് നെഗോഷിയേറ്ററുടെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം ജൂൺ 1 മുതൽ 4 വരെ ഇന്ത്യ സന്ദർശിക്കുമെന്ന് ഗോർ പറഞ്ഞു. കഴിഞ്ഞ ഏപ്രിലിൽ അമേരിക്കയിൽ വെച്ച് ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ തമ്മിൽ നടത്തിയ വ്യാപാര ചർച്ചകളുടെ തുടർച്ചയാണ് ഇത്. വിപണി ലഭ്യത, കസ്റ്റംസ് നടപടിക്രമങ്ങൾ, താരിഫ് ഇതര തടസ്സങ്ങൾ, വ്യാപാര സൗകര്യം, സാമ്പത്തിക സുരക്ഷ, സഹകരണം തുടങ്ങിയ നിർണായക വിഷയങ്ങളിലാണ് നിലവിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരത്തിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ചരക്ക് സേവന മേഖലകളിലായി $20 ബില്യൺ നിന്നും $220 ബില്യൺ ഈ വ്യാപാര ബന്ധം വളർന്നിരിക്കുന്നതെന്നും ഗോർ ചൂണ്ടിക്കാട്ടി. അമേരിക്കൻ ബിസിനസ്സുകൾക്കും തൊഴിലാളികൾക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിൽ വ്യാപാരം വിപുലീകരിക്കാനാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലക്ഷ്യമിടുന്നത്. ഇന്ത്യ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പങ്കാളികളിലൊന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ വ്യാപാരം, അഡ്വാൻസ്ഡ് മാനുഫാക്ചറിംഗ്, ഊർജം തുടങ്ങിയ നൂതന സാങ്കേതിക മേഖലകളിലെ സഹകരണത്തിന് ഇരു രാജ്യങ്ങളും വലിയ പ്രാധാന്യം നൽകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ട്രംപും ചേർന്ന് ഈ വർഷം തുടക്കം കുറിച്ച ട്രസ്റ്റ് പദ്ധതി വഴി തന്ത്രപ്രധാനമായ സാങ്കേതിക വിദ്യകൾ നൂതനത്വം പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ഇന്ത്യയിലേക്ക് അത്യാധുനിക AI ചിപ്പുകളുടെ കൈമാറ്റം അമേരിക്കൻ വാണിജ്യ വകുപ്പ് പുനരാരംഭിച്ചിട്ടുണ്ട്. പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 127.80 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US ഡോളർ 94.99 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 110.79 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.35 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 68.86 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. ഏഷ്യൻ ഗെയിംസ് ഗുസ്തി സെലക്ഷൻ ട്രയൽസിൽ നിന്നും ഒളിമ്പ്യൻ വിനേഷ് ഫോഗട്ടിനെ തടയാൻ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നടത്തിയ അവസാന ശ്രമവും പരാജയപ്പെട്ടു. ട്രയൽസ് വേദിയിൽ അരങ്ങേറിയ നാടകീയമായ തർക്കങ്ങൾക്കൊടുവിൽ വിനേഷിന് 53 കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിക്കാൻ ഫെഡറേഷൻ അനുവദിച്ചു. നേരത്തെ ഡൽഹി ഹൈക്കോടതിയും സുപ്രീം കോടതിയും വിനേഷിന് ട്രയൽസിൽ പങ്കെടുക്കാൻ അനുമതി നൽകിയിരുന്നു. എന്നാൽ ഇതിനെ മറികടക്കാൻ ശനിയാഴ്ച രാവിലെ നടന്ന ഔദ്യോഗിക ഭാരപരിശോധനയ്ക്കിടെ ഫെഡറേഷൻ പുതിയ നീക്കവുമായി രംഗത്തെത്തി. പാരീസ് ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള കഴിഞ്ഞ 4 അന്താരാഷ്ട്ര മത്സരങ്ങളിലും 50 കിലോഗ്രാം വിഭാഗത്തിലാണ് മത്സരിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി വിനേഷിനെ 50 കിലോഗ്രാം വിഭാഗത്തിൽ മാത്രമേ മത്സരിക്കാൻ അനുവദിക്കൂ എന്ന് അധികൃതർ നിലപാടെടുത്തു. ഫെഡറേഷന്റെ തീരുമാനത്തിനെതിരെ വിനേഷ് ഫോഗട്ട് ശക്തമായി പ്രതിഷേധിച്ചു. തനിക്ക് താല്പര്യമുള്ള ഭാരവിഭാഗത്തിൽ മത്സരിക്കാനുള്ള അവസരം നിഷേധിക്കുക വഴി ഫെഡറേഷൻ തന്നോട് കടുത്ത വിവേചനം കാണിക്കുകയാണെന്ന് വിനേഷ് ആരോപിച്ചു. വേദിയിൽ വെച്ച് താരവും അധികൃതരും തമ്മിൽ വലിയ തോതിലുള്ള വാഗ്വാദങ്ങൾ നടന്നു. ഒടുവിൽ വിഷയം വഷളായതോടെ ഗുസ്തി ഫെഡറേഷന്റെ പ്രസിഡന്റ് സഞ്ജയ് സിംഗ് ഇടപെടുകയും വിനേഷിനെ 53 കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിക്കാൻ അനുവദിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയുമായിരുന്നു. പഞ്ചാബിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ ആം ആദ്മി പാർട്ടി. പഞ്ചാബിൽ AAP ക്ഷയിച്ചു എന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും അരവിന്ദ് കെജ്രിവാൾ. ED പാർട്ടി പഞ്ചാബിൽ നാമാവശേഷമായി എന്നും BJP കെജ്രിവാൾ പരിഹസിച്ചു. പഞ്ചാബിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 1977 വാർഡുകളിൽ 958ലും വിജയിച്ചത് AAP ആണ്. 397 വാർഡുകളിൽ വിജയിച്ച കോൺഗ്രസ് രണ്ടാമതാണ്. ശിരോമണി അദാലത്ത് 192 വാർഡുകളിലും BJP 172 വാർഡുകളും വിജയിച്ചു. 8 മുനിസിപ്പൽ കോർപ്പറേഷനിൽ 4ലും AAP ആണ് വിജയിച്ചത്. ഒരിടത്തും വലിയ കക്ഷിയാവുകയും ചെയ്തു. ഭരണകക്ഷി 1000 വാർഡിൽ പോലും വിജയിക്കാത്തത് തിരിച്ചടിയാകും എന്നാണ് BJPയുടെ വിലയിരുത്തൽ. കടലാസിനു പകരം പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള കറൻസി നോട്ടുകൾ പുറത്തിറക്കുന്നത് ഗൗരവമായി പരിഗണിച്ച് റിസർവ് ബാങ്ക്. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് ഉപയോഗിച്ച് 10, 20 രൂപയുടെ പോളിമർ നോട്ടുകൾ അവതരിപ്പിക്കുന്നതാണ് ആലോചനയിലുള്ളത്. ഏതാനും വർഷങ്ങളായി കറൻസി നോട്ടുകളുടെ ആവശ്യം ഉയർന്നു വരികയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം വിനിമയത്തിലുള്ള കറൻസികളുടെ മൂല്യത്തിൽ 11.5% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. ഈ സാഹചര്യത്തിൽ കൂടുതൽ ഈടുനിൽക്കുന്ന
പോളിമർ കറൻസി അവതരിപ്പിക്കുന്നതിന് പട്നയിലും മുംബൈയിലും നടന്ന സെൻട്രൽ ബോർഡ് യോഗങ്ങൾ ചർച്ചയായതായാണ് റിപ്പോർട്ട്. പഞ്ഞി അടിസ്ഥാനമാക്കിയുള്ള പ്രത്യേക കടലാസുകളിലാണ് കറൻസി അച്ചടിച്ചു വരുന്നത്. 3 മുതൽ 4 വർഷം കഴിയുമ്പോൾ ഇത് മുഷിഞ്ഞു തുടങ്ങും. ഇത് പിൻവലിച്ച് പുതിയ കറൻസി അച്ചടിക്കേണ്ടതായി വരും. കൂടുതലായി ഉപയോഗത്തിൽ വരുന്ന 10, 20 രൂപയുടെ നോട്ടുകളാണ് എളുപ്പത്തിൽ നശിച്ചു പോകുന്നത്. പോളിമർ നോട്ടുകളുടെ പൊടിയും വെള്ളവും പ്രതിരോധിച്ച് കൂടുതൽ ഈട് നിൽക്കും. ഇത് കറൻസി പുറത്തെടുക്കുന്നതിനുള്ള ചെലവിന്റെ ഗണ്യമായി കുറവുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ. പ്ലാസ്റ്റിക് കറൻസികളിൽ കൂടുതൽ സുരക്ഷ ഉൾപ്പെടുത്താനാകും. പ്രത്യേക മഷിയാണ് ഉപയോഗിക്കുക. കള്ളനോട്ടുകൾ ഉണ്ടാക്കാനും പ്രയാസമാകും. മുൻപ് പ്ലാസ്റ്റിക് കറൻസി പുറത്തിറക്കാൻ റിസർവ് ബാങ്ക് പദ്ധതിയിട്ടിരുന്നു. കൊച്ചി ഉൾപ്പെടെയുള്ള 5ഇടത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ പോളിമർ കറൻസി കൊണ്ടുവരാൻ 2012 ആലോചന നടന്നത്. എന്നാൽ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ഇത് നടപ്പാക്കാതെ പോവുകയായിരുന്നു. ആഗോളതലത്തിൽ ഓസ്ട്രേലിയയിലാണ് പോളിമർ കറൻസി ആദ്യം ഉപയോഗിച്ചു തുടങ്ങിയത്. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ 4 പ്രതികളുടെ പരോൾ താൽക്കാലികമായി തടഞ്ഞു. ആഭ്യന്തര വകുപ്പ് അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ പുറത്തിറക്കില്ല. പ്രതികൾ കൂട്ടപ്പരോൾ അനുവദിച്ചത് വിവാദമായിരുന്നു. 6 പ്രതികൾ ഇറങ്ങിയതിനു പിന്നാലെയാണ് കൂട്ടപ്പരോൾ വിവാദമായത്. ചട്ടങ്ങൾ ലംഘിച്ച് എല്ലാ പ്രതികൾക്കും ഒരുമിച്ച് പരോൾ നൽകി എന്നായിരുന്നു പരാതി. പിന്നാലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. പ്രതികൾക്ക് കൂട്ടത്തോടെ പരോൾ അനുവദിച്ചത് അടിയന്തരമായി പരിശോധിച്ച റിപ്പോർട്ട് നൽകാനാണ് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പരോൾ അനുവദിച്ചത് സംബന്ധിച്ച എല്ലാ വസ്തുതകളും സമഗ്രമായി അന്വേഷിച്ച് എത്രയും വേഗം റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. LDF സർക്കാർ അധികാരം ഒഴിയുന്നതിന് തൊട്ടു മുമ്പാണ് ജയിൽ വകുപ്പ് ഈ പരോൾ നടപടികൾക്ക് അനുമതി നൽകിയത്. പെരിയ കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത് ലാലിനെയും വെട്ടിക്കൊന്ന കേസിലെ 1-ാം പ്രതി ഉൾപ്പെടെ 5 പ്രതികൾക്കാണ് നിലവിൽ പരോൾ ലഭിച്ചിരിക്കുന്നത്. 1-ാം പ്രതി പീതാംബരൻ, 4-ാം പ്രതി 5-ാം പ്രതി ഗിജിൻ, 7-ാം പ്രതി അശ്വൻ, 15-ാം പ്രതി സുരേന്ദ്രൻ എന്നിവർ കഴിഞ്ഞ ദിവസം വീടുകളിലെത്തി. 20 ദിവസത്തേക്കാണ് പരോൾ. LDF സർക്കാർ അധികാരം ഒഴിയുന്നതിന് മുമ്പാണ് എല്ലാ പ്രതികൾക്കും പരോളിനുള്ള നടപടികൾ പൂർത്തിയാക്കിയത്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിനെ കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി വീണ വിജയന്റെ ബാങ്ക് ലോക്കർ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നേരത്തെ വീണയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിരുന്നു എങ്കിലും അതിൽ ചെറിയ തുക മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിലാണ് HDFC ബാങ്കിലെ ലോക്കറിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ ഉദ്യോഗസ്ഥർ ഒരുങ്ങുന്നത്. പണമിടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകളും വിവരങ്ങളും കണ്ടെത്തുകയാണ് ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇതിനിടെ അന്വേഷണത്തെ എതിർത്തുകൊണ്ട് CMRL നൽകിയ ഹർജി കോടതി പരിഗണിക്കാനിരിക്കെ കേസിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാനാണ് EDയുടെ തീരുമാനം. ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ചതിനെ തുടർന്ന് അതീവ ഗൗരവമായ തുടർ നടപടികളിലേക്കാണ് അന്വേഷണ സംഘം നീങ്ങുന്നത്. KMRL നിന്നും എക്സാലോജിക് വഴി വീണയ്ക്ക് ലഭിച്ച പണം അവർ എന്തു ചെയ്തു എന്ന അന്വേഷണം ED നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് വീണയുടെ വീട്ടിൽ അന്വേഷണ സംഘം പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ ഒരു അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചു. HDFC ബാങ്കിലെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയും ചെയ്തു. ഏതാണ്ട് 2 ലക്ഷത്തിന്റെ താഴെ പണം മാത്രമായിരുന്നു അതിലുണ്ടായിരുന്നത്. ആ ബാങ്കിൽ തന്നെ വീണയ്ക്ക് ഒരു ലോക്കർ കൂടിയുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ലോക്കർ തുറന്ന് പരിശോധിക്കാനുള്ള ഒരു തീരുമാനവുമായി ED മുന്നോട്ട് പോകുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ED അന്വേഷണത്തിൽ നിന്നും തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് KMRL നൽകിയ ഹർജി തിങ്കളാഴ്ചയാണ് കോടതി പരിഗണിക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കൾ കാണാതായതിലും സുരക്ഷാ വീഴ്ചയിലും പോലീസ് റിപ്പോർട്ട് തള്ളി ക്ഷേത്ര ഭരണസമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകും. ക്ഷേത്രത്തിലെ ജീവനക്കാർക്കിടയിലെ തർക്കമാണ് പോലീസിന് തെറ്റായ വിവരങ്ങൾ ലഭിക്കാൻ കാരണമെന്ന നിലപാടിലാണ് ഭരണസമിതി. പോലീസിന്റെ റിപ്പോർട്ടിനെ പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ് ക്ഷേത്ര ഭരണസമിതി. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ ജില്ലാ ജഡ്ജി അധ്യക്ഷയായ ഭരണസമിതിയാണ് പോലീസിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ഇന്നലെ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത്. കൂടാതെ ദേവസ്വം മന്ത്രി K മുരളീധരൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ക്ഷേത്രത്തിലെ സുരക്ഷാ വീഴ്ചയുണ്ടെന്നും നടപരമായി ലഭിച്ച സ്വർണം ഉൾപ്പെടെ 78 ഗ്രാം സ്വർണം കാണാതായി എന്നും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ADGP അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന വൈരനാമം തിരികെ എത്തിച്ചിട്ടില്ല. പല തട്ടുകളിലുള്ള സ്വർണ്ണവിളക്ക് അറ്റകുറ്റപ്പണിക്ക് എന്ന പേരിൽ കൊണ്ടുപോയി. രാജകുടുംബവുമായി ബന്ധമുള്ളവർ സുരക്ഷാ പരിശോധനകൾ കൂടാതെ ക്ഷേത്രത്തെ പ്രവേശിക്കുകയും പുറത്തു പോകുകയും ചെയ്യുന്നു എന്നാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത്. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് വെള്ളിയാഴ്ച ക്ഷേത്ര ഭരണസമിതി യോഗം കൂടി സ്ഥിതി വിലയിരുത്തിയത്. പോലീസിന്റെ റിപ്പോർട്ട് ഭരണസമിതിക്ക് ലഭിച്ചിരുന്നു. തുടർന്ന് സത്യാവസ്ഥ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ചുമതലയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ ചുമതലപ്പെടുത്തിയിരുന്നു. ഭരണസമിതിയുടെ നിർദ്ദേശാനുസരണം നടത്തിയ പരിശോധനകളുടെയും രേഖകളുടെയും അവലോകനത്തിന്റെ അടിസ്ഥാനത്തിൽ
ഭരണസമിതിക്ക് റിപ്പോർട്ട് നൽകി. നഷ്ടപ്പെട്ടതായി പോലീസ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന വൈരനാമം, സ്വർണ്ണവിളക്ക് എന്നിവ ശ്രീകോവിലിനുള്ളിൽ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഭരണസമിതി ചെയർമാൻ, ജില്ലാ ജഡ്ജി ഉൾപ്പെടെയുള്ള സമിതി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. യഥാസമയം ഇവ ഓഡിറ്റിന് വിധേയമാക്കുന്നതായും ഭരണസമിതി വ്യക്തമാക്കി. ഇനി സ്പോർട്സ്. 2026 ഇന്ത്യൻ പ്രീമിയർ ലീഗ് രണ്ടാം ക്വാളിഫയർ ഗുജറാത്ത് ടൈറ്റൻസിനോട് തോൽവിക്ക് പിന്നാലെ ടഗോഡിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ രാജസ്ഥാൻ റോയൽസ് കൗമാരതാരം വൈഭവ് സൂര്യവംശി. തന്റെ മനസ്സിലെ നൊമ്പരം അടക്കാൻ താരം പാടുപെടുന്നതും ടീമിലെ മറ്റ് അംഗങ്ങൾ ആശ്വസിപ്പിക്കുന്നതും വീഡിയോയിൽ വ്യക്തമാണ്. ഈ സീസണിലുടനീളം വളരെ മികച്ച പ്രകടനമായിരുന്നു താരം കാഴ്ചവെച്ചത്. നിരവധി റെക്കോർഡുകളും താരം തന്നെ ത്രസിപ്പിക്കുന്ന പ്രകടനത്തിലൂടെ സ്വന്തം പേരിലാക്കുകയും ചെയ്തിരുന്നു. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ 47 പന്തിൽ നിന്നും 96 റൺസായിരുന്നു താരം കഴിഞ്ഞ ദിവസം രാജസ്ഥാനായി അടിച്ചുകൂട്ടിയത്. 7 സിക്സറുകളും 8 ബൗണ്ടറികളും അടങ്ങുന്നതാണ് താരത്തിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം. മത്സരത്തിന്റെ രാജസത്തിൽ ടോപ്പ് സ്കോററായതും വൈഭവ് തന്നെയായിരുന്നു. എന്നാൽ ഗുജറാത്ത് നായകൻ ശുഭ്മൻ ഗില്ലും സഹ ഓപ്പണറായ സായി സുദർശനും തകർത്തെത്തിയതോടെ കാര്യങ്ങൾ ഗുജറാത്തിന് അനുകൂലമായി. 32 പന്തിൽ നിന്നും 58 റൺസോടെ ജിഡിക്കായി സായി അർദ്ധ സെഞ്ചുറി കുറിച്ചപ്പോൾ 53 പന്തിൽ നിന്നും 3 സിക്സറുകളും 15 ബൗണ്ടറികളും അടക്കം 104 റൺസോടെ ഗിൽസ്റ്റൺ ടീം തികച്ചു. ഒരു സിക്സറും 8 ബൗണ്ടറികളും അടങ്ങുന്നതായിരുന്നു സായിയുടെ ഇന്നിംഗ്സ്. മത്സരശേഷം ടീം 8 തോൽവിയിൽ ഗട്ടൌട്ടിൽ തനിച്ചിരുന്ന് കരഞ്ഞ വൈഭവിനെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇംഗ്ലണ്ടിൽ ആശുപത്രി തിരക്ക് കുറയ്ക്കാൻ ഫാർമസി സേവനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ പുതിയ പദ്ധതിയുമായി UK സർക്കാർ. GP സർജറികളിലെയും ആശുപത്രികളിലെയും തിരക്ക് കുറയ്ക്കാനാകുമെന്നും രോഗികൾക്ക് സമീപ ഫാർമസികൾ തന്നെ പരിശോധനയും ചികിത്സയും ലഭ്യമാകുന്നതിനാൽ ആരോഗ്യ സേവനങ്ങൾ കൂടുതൽ വേഗത്തിൽ ലഭ്യമാകുമെന്നും ആരോഗ്യമന്ത്രി സ്റ്റീഫൻ കിറ്റ്നോക്ക്. NHSലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റുകളിൽ 24 മണിക്കൂറിലേറെ കാത്തിരിക്കുന്ന രോഗികളുടെ എണ്ണം 5 ലക്ഷത്തിനും മുകളിൽ. പുതിയ പദ്ധതിക്കായി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് 340 മില്യൺ പൗണ്ട്. UK-യിൽ ടെക് അധിഷ്ഠിത ഗാർഹിക പീഡനം വർദ്ധിക്കുന്നതായി മുന്നറിയിപ്പ്. ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പങ്കാളിയെ നിരീക്ഷിക്കുക, പിന്തുടരുക, നിയന്ത്രിക്കുക, മാനസികമായി പീഡിപ്പിക്കുക തുടങ്ങിയ പ്രവണതകൾ ഗാർഹിക പീഡന കേസുകൾ കൂടുന്നതായി മുന്നറിയിപ്പ്. ആപ്പിൾ എയർ ടാഗുകൾ കുട്ടികളുടെ വസ്ത്രങ്ങളിലോ സാധനങ്ങളോ ഒളിപ്പിച്ച് അഭയകേന്ദ്രങ്ങളിലെ സ്ത്രീകളെ കണ്ടെത്താൻ ശ്രമിക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചതായും നിലവിലെ നിയമത്തിൽ ഇത്തരം കേസുകൾ നിയമപരമായി സംരക്ഷണത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നുവെന്നും ജെൻഡർ ആൻഡ് ടെക് റിസർച്ച് ലാബ് ബ്രിട്ടീഷ് ഗാർഹിക പീഡന നിയമം പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല എന്ന് ഹൗസ് ഓഫ് ലോർഡ്സ് സമിതി. ലോകത്തിലെ പ്രധാന സമുദ്ര വ്യാപാര പാതയായ ഹോർമുസ് കടലിടുക്കിൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം പിൻവലിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ പ്രഖ്യാപനം എത്തിയത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന കരാർ സംബന്ധിച്ച ചർച്ചകൾക്കൊടുവിൽ. ഹോർമുസ് കടലിടുക്കിൽ ഉപരോധം കാരണം കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകൾക്ക് ഇനി സ്വന്തം നാടുകളിലേക്ക് മടങ്ങാനുള്ള നടപടികൾ ആരംഭിക്കാമെന്നും അമേരിക്കൻ പ്രസിഡന്റ്. കടലിടുക്കിൽ സ്ഥാപിച്ചിട്ടുള്ള മൈനുകൾ നീക്കം ചെയ്യുന്ന നടപടികൾ ഇറാൻ പൂർത്തിയാക്കണമെന്നും ഡൊണാൾഡ് ട്രംപ്. കരാറിന്റെ അന്തിമ പ്രഖ്യാപനം ഞായറാഴ്ച. ഗ്രീൻ കാർഡിന് അപേക്ഷിക്കുന്ന കുടിയേറ്റക്കാർക്ക് അപേക്ഷ പരിഗണിക്കുന്ന കാലയളവിൽ സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങേണ്ടി വരുമെന്ന പ്രഖ്യാപനത്തിൽ വിശദീകരണവുമായി അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി. ഭൂരിഭാഗം അപേക്ഷക്കാരെയും ഇത് ബാധിക്കില്ലെന്നും നിലവിലെ നയത്തിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ലെന്നും വകുപ്പ്. വിസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തുടരുന്നവരോ പൊതുസഹായ പദ്ധതികൾ വ്യാപകമായി ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ളവരോ ഇത്തരം നടപടികളുടെ പരിധിയിൽ വരാൻ സാധ്യത. കുടിയേറ്റ നയത്തിലെ അടിസ്ഥാനപരമായ മാറ്റമില്ല എന്നും നിലവിലുള്ള നടപടിക്രമങ്ങൾ വ്യക്തമാകുന്നതിനുള്ള ഭരണപരമായ ഒരു നീക്കമായിരുന്നുവെന്നും വൈറ്റ് ഹൌസ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഇടക്കാല വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ 99% പൂർത്തിയായതായും ബാക്കി ഉടൻ പരിഹരിക്കപ്പെടുമെന്നും US അംബാസിഡർ സെർജിയോ ഗോർ. നിലവിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത് വിപണി ലഭ്യത, കസ്റ്റംസ് നടപടിക്രമങ്ങൾ, താരിഫ് ഇതര തടസ്സങ്ങൾ, വ്യാപാര സൗകര്യം, സാമ്പത്തിക സുരക്ഷാ സഹകരണം തുടങ്ങിയ നിർണായക വിഷയങ്ങൾ. ചരക്ക് സേവന മേഖലകളിലെ $20 ബില്യൺ നിന്നും $220 ബില്യൺ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം വളർന്നതെന്നും ഗോർ. കരാറിൽ ഇരു രാജ്യങ്ങളും ഉടൻ ഒപ്പുവെക്കും. ഏഷ്യൻ ഗെയിംസ് ഗുസ്തി സെലക്ഷൻ ട്രയൽസിൽ നിന്നും ഒളിമ്പ്യൻ വിനേഷ് ഫോഗട്ടിനെ തടയാൻ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നടത്തിയ അവസാന ശ്രമവും ഒടുവിൽ പരാജയപ്പെട്ടു. ഡൽഹി ഹൈക്കോടതിയും സുപ്രീം കോടതിയും വിനേഷ് ട്രയൽസിനെ പങ്കെടുക്കാൻ അനുമതി നൽകി. 50 കിലോഗ്രാം വിഭാഗത്തിൽ മാത്രമേ തന്നെ മത്സരിപ്പിക്കൂ അനുവദിക്കൂ എന്ന അധികൃതരുടെ തീരുമാനത്തിനെതിരെ ഫെഡറേഷൻ തന്നോട് കടുത്ത വിവേചനം കാണിക്കുകയാണ് എന്ന് വിനേഷ്. നാടകീയമായ തർക്കങ്ങൾക്കൊടുവിൽ വിനേഷിന് 53 കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിക്കാൻ ഫെഡറേഷന്റെ അനുമതി. പെരിയ ഇരട്ട കൊലപാതക കേസിലെ 4 പ്രതികളുടെ പരോൾ താൽക്കാലികമായി തടഞ്ഞു. 6 പ്രതികൾ പുറത്ത് ഇറങ്ങിയതിന് പിന്നാലെയാണ് 4 പ്രതികൾക്ക് കൂടി പരോൾ അനുവദിച്ചത്. ആഭ്യന്തര വകുപ്പിന് അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ കൂട്ടപ്പരോൾ ലഭിച്ച 4 പ്രതികളെയും പുറത്തിറക്കില്ല. ചട്ടങ്ങൾ ലംഘിച്ച എല്ലാ പ്രതികൾക്കും ഒരുമിച്ച് പരോൾ നൽകിയത് വൻ വിവാദത്തിൽ. LDF സർക്കാർ അധികാരം ഒഴിയുന്നതിന് തൊട്ടു മുമ്പാണ് എല്ലാ പ്രതികൾക്കും വിവാദ പരോളിനുള്ള നടപടികൾ പൂർത്തിയാക്കിയത്. പ്രതികൾ കൂട്ടത്തോടെ പരോൾ അനുവദിച്ചത് അടിയന്തരമായും പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ആഭ്യന്തര മന്ത്രിയുടെ കർശന നിർദ്ദേശം.
CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി വീണ വിജയന്റെ ബാങ്ക് ലോക്കർ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. HDFC ബാങ്കിലെ ലോക്കറിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ ED ഉദ്യോഗസ്ഥർ. ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം പണം ഇടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകളും വിവരങ്ങളും കണ്ടെത്തുക. വീണയുടെ വീട്ടിൽ അന്വേഷണ സംഘത്തിന്റെ പരിശോധനയിൽ നിന്നും അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളോടൊപ്പം ബാങ്ക് ലോക്കർ സംവിധാനമുണ്ട് എന്ന് കണ്ടെത്തി. ED അന്വേഷണത്തിൽ നിന്നും തടയണമെന്ന് ആവശ്യപ്പെട്ട് KMR നൽകിയ ഹർജി തിങ്കളാഴ്ചയാണ് കോടതി പരിഗണിക്കുക. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.